ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിനവൃത്താന്തം 27-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുലിഖിതം. അവിടെ ഒരു കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു അത്ഭുതമായ കാര്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2 ദിനവൃത്താന്തം 27-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോഥാം കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. വചനത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. ഹല്ലേലൂയ. ഓരോ ദൈവ പൈതലും അറിയേണ്ട ഒരു ആത്മീയ ദൂതാണിത്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാനും വളരെ അനുഗ്രഹം, വളരെ സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കാനും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനും നല്ല റിസൾട്ട് കിട്ടാനും മാർക്ക് വാങ്ങാനും ഒക്കെ നമ്മൾ അവലംബിക്കുന്ന മാർഗം എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യാം. എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അധ്വാനിക്കുകയാണ്. പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് ഞായറാഴ്ച പോലും ട്യൂഷന് പോകാൻ തുടങ്ങി. പഠിപ്പിൻ്റെ ആധിക്യം കൂടിയിട്ട് വേദപാഠത്തിന് പോകാൻ സമയമില്ല, പള്ളിയിൽ പോകാൻ സമയമില്ല. ഇനി പള്ളിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ്സുകാരാണെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊന്നും വീട്ടിൽ കയറാൻ നേരെയില്ല. കാരണം സദാസമയം ബിസിനസ്സാണ്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആ മീറ്റിങ്ങിന് പോകുന്നു, ഈ മീറ്റിങ്ങിന് പോകുന്നു, പിന്നെ അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു. അങ്ങനെ സദാസമയം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ കാര്യത്തിൽ മുഴുകുന്നു. അവസാനം എന്തായി? ഒരു ചേട്ടൻ പറഞ്ഞു, 300 കോടി രൂപ കട എന്ന് പറഞ്ഞു. ബിസിനസ് ചെയ്ത് ഇതുപോലെ സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിച്ച് നടന്നതാണ്. 300 കോടി രൂപ കടം വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവിച്ചു വന്ന കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് താൻ പാതി ദൈവം പാതി. ദൈവവചനം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സകല കാര്യങ്ങളിലും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. പഠിക്കുന്ന കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യത്തിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. കൃഷിക്കാരുടെ കൃഷി സംബന്ധമായ കാര്യത്തിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. ബിസിനസ്സുകാരുടെ ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ട്. മക്കളില്ലാത്ത കുടുംബങ്ങളുടെ ആ ദുഃഖത്തെക്കുറിച്ച് ദൈവത്തിന് ശ്രദ്ധയുണ്ട്. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കാനുള്ള തടസ്സത്തെക്കുറിച്ച് ദൈവത്തിന് ശ്രദ്ധയുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ഓരോ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തിന് നല്ല ശ്രദ്ധയുണ്ട്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ശ്രദ്ധാലു, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ ഓരോ കാര്യത്തിനും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സ്കൂൾ വേണം, അഡ്മിഷൻ വേണം, അതിലെല്ലാം നമ്മുടെ ദൈവം ശ്രദ്ധാലുവാണ്. 127-ാം സങ്കീർത്തനത്തിൽ വചനം 2-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? 127-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം. അവിടെ എന്താ പഠിപ്പിക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു.
അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് നടക്കാൻ വേണ്ടി ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, നമ്മൾ കർത്താവിന് പ്രിയപ്പെട്ടവനായി മാറണം. ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. യോദ്ധാം അത് മനസ്സിലാക്കി. യോദ്ധാം ഒരു രാജാവായിരുന്നു. രാജാവ് എന്ന നിലയ്ക്ക് എത്രയോ തവണ വചനം ലംഘിക്കേണ്ടതാണ് അല്ലേ? സാധാരണ ഒരു മനുഷ്യന് വചനം ലംഘിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. ആ വ്യക്തി എത്രമാത്രം കൂടുതൽ ഉയരുന്നോ അത്രയും കൂടുതൽ വചനം ലംഘിക്കാൻ നിർബന്ധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ കളിക്കാൻ പോയി വൈകുന്നേരം തിരിച്ച് വന്ന് ഭാര്യ മക്കളുമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങി വീണ്ടും പിറ്റേ ദിവസം കൂലിപ്പണിക്ക് പോയി വീണ്ടും അങ്ങനെയുള്ളവർക്ക് വചനം ലംഘിക്കാനുള്ള അവസരം കുറവാണ്. എന്നാൽ സാമ്പത്തികമായി ഉയരുന്നതനുസരിച്ച് വചനം ലംഘിക്കാനുള്ള അവസരം നിർബന്ധം കൂടി വരും. പ്രഷർ കൂടും. ഭരണാധികാരി ആകുന്നതനുസരിച്ച് വചനം ലംഘിക്കാനുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദികളിൽ നിർബന്ധിക്കപ്പെടും. ഹല്ലേലൂയ എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോദ്ധാം ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി, ഒരു MLA, ഒരു MP ഒക്കെ ആയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ബൈബിൾ നോക്കി പള്ളിയിലും പോയി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾ പറ. നിങ്ങൾ തന്നെ പറഞ്ഞു പോരാന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു മന്ത്രിയായി, പ്രധാനമന്ത്രിയായ എപ്പോഴും പള്ളിയിരുന്ന് ബൈബിൾ നോക്കിയിരുന്നാൽ മതിയോ? കാര്യം നടക്കുമോ? രാജ്യം ഭരിക്കണ്ടേ? അതിന് ചിലപ്പോൾ ബൈബിളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അല്ല, അങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, ഞാനിപ്പോൾ പണ്ടത്തെ പോലെ ഒരു ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന വലിയൊരു ബിസിനസ്സിൻ്റെ ശൃംഖലയുടെ തലവനാണ്, ഞാനൊരു MP യാണ്, ഞാനൊരു MLA യാണ്, ഞാനല്ലെങ്കിൽ കളക്ടറാണ്, ഞാനൊരു പൊതുജന പ്രവർത്തകനാണ്, നാനാജാതി മതസ്ഥരുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്കൂൾ ടീച്ചറാണ്, ഞാൻ നേഴ്സാണ്. പണ്ടത്തെ പോലെ ഒന്നും ഫുള്ളായിട്ടൊന്നും വചനം അനുസരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അബോർഷൻ ചെയ്യേണ്ടി വന്നാൽ അബോർഷൻ ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ച് ചില നേഴ്സുമാർ അബോർഷൻ ചെയ്യുക ഹോസ്പിറ്റലിൽ. അങ്ങനെ ഓരോ മേഖലകളിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവ് അനുദിനം നടത്തും എന്നൊരു തിരിച്ചറിവ് അനേകം വിശ്വാസികളുടെ ഉള്ളിൽ നിന്ന് പിശാച് എടുത്തു കളഞ്ഞു. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ചിന്തയാണ്, താൻ പാതി ദൈവം പാതി. എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹവും നല്ല സ്ഥിതി ഉണ്ടാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ഒരു ദൈവ പൈതലിൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും നല്ല സമാധാനവും നല്ല സന്തോഷവും ഉണ്ടാകാൻ ഒരു ദൈവ പൈതൽ മുഖ്യമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം നീ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ ആ ദേശത്ത് നീ ഒന്നാമനായി മാറും. നീ വേറെ തലകുത്തി മറിയണ്ട, ഓവർ ടൈം ചെയ്യണ്ട, രാത്രി 5 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥന സമയത്ത് ജോലിക്ക് പോകണ്ട, ഞായറാഴ്ച നീ ജോലിക്ക് പോകണ്ട. നിനക്ക് ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഇരിക്കാൻ അവസരമുണ്ട്, റിലാക്സ് ചെയ്യാൻ അവസരമുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് അവസരമുണ്ട്, പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. ആരും മിനിമം കുറച്ച് ജോലിയൊക്കെ ചെയ്താൽ മതി. നീ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-2 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കണം. ഇന്ന് നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കൽപ്പനകളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചിരക്കെ തെറ്റിക്കുള്ളൂ. പക്ഷേ ഒരുവിധം തന്നെ കൽപ്പനകളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അറിയാവോ? നമ്മൾ ദൈവവചനം പാലിക്കുമ്പോൾ തക്കോ തായോ നോക്കിയാണ്, തരം നോക്കിയാണ്, സാഹചര്യം നോക്കിയാണ് ദൈവവചനം പാലിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ വചനം അണുവിട വ്യത്യാസം കൂടാതെ എൻ്റെ കർത്താവിൻ്റെ വചനം സൂക്ഷ്മമായി പാലിക്കണം എന്ന് നിർബന്ധ ബുദ്ധി നമുക്ക് കുറച്ച് പേർക്കേ ഉള്ളൂ. ഒരു നിർബന്ധ ബുദ്ധി വേണം. എന്താ നിർബന്ധ ബുദ്ധി? എൻ്റെ കർത്താവിൻ്റെ വചനം
സൂക്ഷ്മമായി പാലിക്കണം. സൂക്ഷ്മമായി പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂക്ഷ്മമായി പാലിക്കുക എന്ന് പറഞ്ഞാൽ ഇടം വലം അത് വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് പാലിക്കണം. അപ്പം നിങ്ങൾ ഒരു ചെക്കിൽ ഒപ്പിടുക എന്ന് വിചാരിക്കും, ഒരു ചെക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിക്കുക. ചെക്ക് എഴുതി കൊടുക്കുമ്പം അതിനകത്ത് 3-4 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡേറ്റ് എഴുതണം, പിന്നെ ഒപ്പിടണം, തുക എഴുതണം, അക്കത്തിൽ എഴുതണം, അക്ഷരത്തിൽ എഴുതണം. അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. തുക എഴുതുന്നുണ്ട്, ഡേറ്റ് ഇടുന്ന സമയത്ത് ഡേറ്റ് ഇടുന്ന സ്ഥലത്ത് തുക എഴുതി വെച്ചു, തുക എഴുതുന്ന സ്ഥലത്ത് ഡേറ്റ് എഴുതി വെച്ചു, അക്കത്തിൽ എഴുതുന്ന സ്ഥലത്ത് ഒപ്പിട്ട് വെച്ചു, പിന്നെ താഴത്തെ സ്ഥലം കൊണ്ട് അവിടെ നേരെ അക്കത്തിൽ എഴുതി വിട്ടു. ആ ചെക്ക് പാസ്സാകുമോ? പാസ്സാകുമോ? നമുക്ക് തോന്നിയതുപോലെ ചെയ്യാം, സൂക്ഷ്മമായി കറക്റ്റായിട്ട് ചെയ്യാം അല്ലേ? കറക്റ്റായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോപ്പറായിട്ട് ഓരോന്നും അതാത് സ്ഥലത്ത് അതാതിൻ്റെ വിധത്തിൽ തന്നെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നിയ പോലെ ചെയ്താൽ മതിയോ? പോരാ, സൂക്ഷ്മമായി നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അതുപോലെയാണ് വചനം പാലിക്കേണ്ടത്. വചനം പാലിക്കുമ്പോൾ സൂക്ഷ്മമായി വചനം പാലിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. നിന്റെ മേൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ചൊരിയപ്പെടും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. ഇത് പറയുമ്പോൾ അച്ഛനൊരു അനുഭവം ഓർമ്മ വരുന്നുണ്ട്. അച്ഛൻ്റെ അനുഭവം ഇങ്ങനെയാണ്. അതായത് ഒരു ദിവസം അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ അടുപ്പില്ലാതെ, അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ടാർപ്പായൊക്കെ കെട്ടിയിട്ട് 2-3 കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തീ കത്തിക്കുകയാണ്. മഴക്കാലത്ത് ആ വിറകെല്ലാം കൂടെ നനഞ്ഞിട്ട് അതെടുത്ത് വെക്കുമ്പോൾ പുകയെങ്ങനെ പൊങ്ങിയിട്ട് അടുക്കളയിൽ നിന്ന് പണിയുന്നവരുടെ കണ്ണെല്ലാം കൂടെ നല്ല ചോരപ്പഴം പോലെയുള്ള കണ്ണാവും വൈകുന്നേരം ആകുമ്പോഴേക്കും. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം. നമ്മൾ ധ്യാനത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് കിച്ചണിൽ വരുമ്പോൾ ഈ കണ്ണെല്ലാം അങ്ങനെ ചോരപ്പഴം പോലെ ഇങ്ങനെ ചോന്നിരിക്കും. പുക ഊതി പുക വന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഇവിടെ ഇതിന് പകരം ഗ്യാസ് അടുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അട്ടപ്പാടിലെ ഗ്യാസ് അടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ മഴക്കാലത്ത് ഈ നനഞ്ഞ വിറകും കൊണ്ടുള്ള ഇത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഒരു ഗ്യാസ് അടുപ്പ് തന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കുറേ കാലം പ്രാർത്ഥിച്ചപ്പോൾ ധ്യാനം കൂടി ഒരാൾക്ക് ഒരു തോന്നൽ കർത്താവ് കൊടുത്തു, ഒരു ഗ്യാസ് അടുപ്പ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞു, 1 കുറ്റി ഗ്യാസും പിന്നെ അതിൻ്റെ ഒരു സെറ്റിങ്സ് ചെയ്യാനുള്ള ഒരു തുക ഞാൻ തരാമെന്ന് പറഞ്ഞു. സന്തോഷമായി. അത് 1 ദിവസം 2 ദിവസം അല്ല, മാസങ്ങളോളം പ്രാർത്ഥിച്ചപ്പോഴാണ് 1 കുറ്റി ഗ്യാസും അത് കണക്ട് ചെയ്യാനുള്ള സംഖ്യയും ഒരാൾ വഴി ദൈവം തന്നത്. സന്തോഷമായി. നമ്മൾ ദൈവം തന്നതായിട്ട് സ്വീകരിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. അങ്ങനെ ആ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള, നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് ഫിറ്റ് ചെയ്യാനുള്ള ആളുകളില്ല, അതിന് പൈപ്പെല്ലാം കൊടുന്ന് ഒരു സെപ്പറേറ്റ് ബോക്സ് സെപ്പറേറ്റ് സ്ഥലത്ത് കുറ്റി വെച്ചിട്ട് പിന്നെ പൈപ്പിലൂടെ ഗ്യാസ് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിക്കോട്ടെ, നമുക്ക് പരിചയമില്ലാത്ത മേഖലയാണ്. അതിൻ്റെ ആളുകളെ ചോദിച്ചപ്പോൾ ഒരു ഏജൻസി വന്നു, പാലക്കാട് നിന്ന് വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, രാവിലെ 6 മണിക്ക് തുടങ്ങിയ വൈകുന്നേരം 6 മണിയാകുമ്പം അടുപ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ശരി. വെള്ളിയാഴ്ച വരെ ധ്യാനമാണ്, ശനിയാഴ്ചയാണ് ആകെ ഒഴിവുള്ള ദിവസം. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തുടങ്ങിക്കോ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഉദ്ഘാടനത്തിന് റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ അതിന് ശേഷം ഒരു ധ്യാനത്തിന് ഒരു ഓർഫനേജിൽ കുട്ടികളുടെ ധ്യാനത്തിന് പോയി. ശനിയാഴ്ചയാണ്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ള വേറൊരു പള്ളിയിൽ പോയി. ഞാനൊരു 10-10:30 ആയി. അപ്പോൾ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഗ്യാസ് അടുപ്പ് ഫിറ്റ് ചെയ്യാൻ വന്നവർ അവർ ചെയ്തതെന്ന് വെച്ചാൽ 6 മണിയായപ്പോൾ പണി തീർന്നില്ല. എല്ലാം സെറ്റ് ചെയ്തു, പക്ഷേ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഇരുട്ടായതുകൊണ്ട് പിന്നെ ലൈറ്റിൻ്റെ വെട്ടറൊക്കെ അവർ ചെയ്യാൻ എന്തോ ഒരു വിസമ്മതം പറഞ്ഞു. അവർ അകളിയിൽ പോയി ലോഡ്ജ് എടുത്ത് താമസിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ പോകുമ്പം ഇനി നെറ്റും ബോൾട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം പണി കഴിഞ്ഞു, നെറ്റും ബോൾട്ടിട്ട് മുറുക്കി അടുപ്പ് കത്തിച്ചാൽ മതി. അത് ഞായറാഴ്ച രാവിലെ തിരിച്ചു പോകുമ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇത് നെട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്യാൻ അനുവാദമില്ല. കർത്താവിൻ്റെ ദിവസത്തിൽ ജോലി അനുവാദം ഉണ്ടോ? ഇത് നിങ്ങളെ സംബന്ധിച്ച് തീരെ നിസ്സാരം.
ഇതിനേക്കാൾ വലുതത്ര ചെയ്യണം. പിന്നെ അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ദൈവമേ, ഞായറാഴ്ച നെട്ടുമ്പോളുടെ വിധി അനുവാദമില്ല. അതായത് ശനിയാഴ്ച രാത്രി 12 മണി തൊട്ട് ഞായറാഴ്ച രാത്രി 12 മണി വരെ കർത്താവിൻ്റെ ദിവസമാണ്. നമ്മുടെ അല്ല, നമുക്ക് 6 ദിവസമേ ഉള്ളൂ. 7-ാം ദിവസം നമ്മുടെ അല്ല, അത് ആരുടെയാ? അത് കർത്താവിൻ്റെ. അപ്പം നമുക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, അപ്പുറത്തെ ആൾക്ക് വേറെ 2 ഏക്കർ സ്ഥലം അപ്പുറത്തുണ്ട്. നമ്മുടെ അതിർത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് കയറി കിടന്ന് പണിയാൻ നമുക്ക് അനുവാദം ഉണ്ടോ? നമുക്ക് കപ്പയിടാനെങ്കിൽ നമ്മൾ ഈ 1 ഏക്കറിനുള്ളിൽ കപ്പയിട്ടോളണം. അപ്പുറത്ത് കയറി കപ്പയും കാച്ചിലും വെക്കാൻ അനുവാദം ഉണ്ടോ? ഇല്ല. അതുപോലെ നമുക്ക് 6 ദിവസമേ ഉള്ളൂ. 7-ാം ദിവസത്തിൽ കയറി കപ്പയും നമ്മൾ കൃഷി ചെയ്യാൻ അനുവാദമില്ല. അത് കർത്താവിൻ്റെയാണ്, അത് കർത്താവിൻ്റെ ദിവസമാണ്. അന്ന് നെട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഓഫീസിലുള്ളവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഈ നെട്ടും ബോൾട്ടും കിടന്ന് വലിയ പണിയാണ്. മാത്രമല്ല നമ്മൾ ധ്യാനകേന്ദ്രത്തിലുള്ളവരാണ്. ധ്യാനകേന്ദ്രത്തിലുള്ളവർ ഇത് ധ്യാനത്തിന് വേണ്ടി ഒരു നെട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമല്ല. അച്ഛന് പത്ര സ്ട്രിക്റ്റാകാൻ നിൽക്കണ്ട. അവർ തിരിച്ചു പോകുമ്പോൾ അത് ഫിറ്റ് ചെയ്ത് പോകും. ഞായറാഴ്ച ധ്യാനം തുടങ്ങും. നെട്ടും ബോൾട്ടും ഫിറ്റ് അടുപ്പില്ലെങ്കിൽ ധ്യാനിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വലിയ കൺഫ്യൂഷനിലായി. ഞാൻ എന്തായാലും അവരോട് പറഞ്ഞു, ഞായറാഴ്ച നമുക്ക് വർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓഫീസിൽ നിന്നുള്ളവർ ഈ ഫിറ്റർമാരെ വിളിച്ച് ചോദിച്ചു, അതേ, ഞായറാഴ്ച വർക്ക് വേണ്ടെന്നാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛനൊരു മറക്കടമുഷ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ പ്രോബ്ലം, ഞങ്ങൾ പാലക്കാടേക്ക് പോയിക്കോളാം. ഞങ്ങൾ ഇന്നലെ തിങ്കളാഴ്ച വന്ന് ഫിറ്റ് ചെയ്ത് തരാം. പക്ഷേ ഡബിൾ ചാർജ്, വേറെ ചാർജ് വേണം. ഇപ്പോൾ ഈ ശനിയാഴ്ചത്തെ ചാർജ് ഇപ്പോൾ തീരും, ഇനി തിങ്കളാഴ്ച വരണമെങ്കിൽ വേറെ എക്സ്ട്രാ ഇത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചാർജ് ആയാലും കുഴപ്പമില്ല, ഞായറാഴ്ച വർക്ക് വേണ്ട എന്ന് കർശനമായിട്ട് പറഞ്ഞു. പിന്നെ അപ്പോൾ അവരങ്ങനെ പറഞ്ഞു പോയി. അവർ പറഞ്ഞ പോലെ അവർ പിന്നെ അകളിൽ നിന്ന് പിന്നെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പാലക്കാടേക്ക് പോയി. പിന്നെ തിങ്കളാഴ്ച വീണ്ടും പാലക്കാട് നിന്ന് വന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, എന്നാലും അവർ വന്നൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഓഫീസിൽ ചെന്ന് പറഞ്ഞ പോലെ തന്നെ കൂലി ആദ്യം കൊടുത്തു. ആദ്യം ശനിയാഴ്ചത്തെ നമ്മൾ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള പണം ആദ്യം കൊടുത്തു. പിന്നെ തിങ്കളാഴ്ച വന്നതിൻ്റെ കൂലി പിന്നെ കൊടുത്തു. അതിൻ്റെ വേറെ ഇതുണ്ട്, അത് കൊടുക്കണം. അതെല്ലാം കൂടെ കൂടി വേറൊരു കവറിൽ കൊടുത്തു. അവരത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾക്ക് ശനിയാഴ്ചത്തെ മാത്രം മതി, തിങ്കളാഴ്ചത്തെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തിരിക്കുകയാണ്, ഇത് തിരിച്ചു പിടിച്ചോളാൻ പറഞ്ഞു. എന്നോടല്ല, ഓഫീസിൽ. ഞങ്ങളൊന്നും അവിടെ ഇല്ല, നമ്മളിങ്ങനെ ധ്യാന ശുശ്രൂഷയിലാണ്. അപ്പോൾ ഓഫീസിലുള്ളവർ പറഞ്ഞു, വേലക്കാർക്ക് കൂലി കൊടുക്കണം എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്, അത് ഞങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വേല ചെയ്താൽ കൂലി കൊടുക്കണമെന്നാ, ദയവ് ചെയ്ത് കൊണ്ടുപോകണം, ഇതിവിടെ വെക്കാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, ഇത് സത്യമായി കർത്താവിൻ്റെ സ്ഥലം തന്നെയാണ്, ഇത് ഞങ്ങൾ കൊണ്ടുപോയാൽ ഞങ്ങൾ പാലക്കാട് തിരിച്ചെത്തുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾ തിരിച്ച് മേടിക്കണം എന്ന് പറഞ്ഞ് പിന്നെ അവസാനം എന്നെ വിളിച്ച്. ഞാൻ പറഞ്ഞു, ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം, കൂലിയായിട്ട് തന്നെ എഴുതുക, അതിനുശേഷം ദശാംശം എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ ദശാംശത്തിൻ്റെ റെസീറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് സോൾവ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അതങ്ങോട്ട് വിട്ടു. പിന്നെ സംഭവിച്ച കാര്യം എന്തെന്നറിയോ? പിന്നെ സംഭവിച്ച കാര്യം ഇതാണ്. അതായത് പിന്നെ അന്ന് തൊട്ട് ഇന്നു വരെ അട്ടപ്പാടി സയ്യോൻ ധ്യാനകേന്ദ്രത്തിൽ അടുപ്പ് സംബന്ധമായ ഒരു കാര്യത്തിന് ഒരു സെക്കൻഡ് സമയം ഞാൻ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. ഒക്കെ അങ്ങനെ കയറി വരിക. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അല്ലെങ്കിൽ എല്ലാം ഗവൺമെൻറ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുള്ള എല്ലാ സംഭവം തന്നെ ദൈവം അങ്ങോട്ട് ചെയ്യാം. ഒരു ദിവസം ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ ഗ്യാസ് അടുപ്പല്ല വേണ്ടത്, സ്റ്റീം അടുപ്പാണ് വേണ്ടത്, സ്റ്റീം വേണമെന്ന് പറഞ്ഞു. സ്റ്റീമെന്ന് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർ പറഞ്ഞു, സ്റ്റീം അടുപ്പ് വെക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നില്ല, ഗ്യാസ് വരെ മനസ്സിലാവും, സ്റ്റീം മനസ്സിലാക്കാൻ മാത്രം ആയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ, ആ ചേട്ടൻ പറയുകയാണേ, അച്ഛൻ ഒന്നും അറിയണ്ട, ഞാൻ ചെയ്തോളാം, അച്ഛൻ ധ്യാനത്തിന് പോക്കോ എന്ന് പറഞ്ഞ് ആ ചേട്ടൻ തന്നെ പോയി കോയമ്പത്തൂർ എവിടെയോ പോയി ഇതിൻ്റെ ഏജൻസിനെ കണ്ടുപിടിച്ച് അവരെ കൊണ്ടുവന്നു. അപ്പോൾ അടുക്കളയൊക്കെ സ്റ്റീമൊക്കെ വെക്കണമെങ്കിൽ ഒക്കെ മൊത്തം ടൈൽസൊക്കെ ഇട്ട് നല്ല നീറ്റാക്കണം. മൊത്തം ടൈൽസ് ഇട്ട് സ്റ്റീം സെറ്റ് ചെയ്തു. അത് ഇഡ്ഡലി ഇറച്ചിയൊക്കെ വേവിക്കണമെങ്കിൽ സാധാരണ ഈ ധ്യാനത്തിന് കൊടുക്കണമ്പം നല്ല എല്ലാ രോഗാണുക്കളും ചത്തുപോകണം, അത് വേവിക്കണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച്. കാരണം പബ്ലിക്കിന് സെർവ് ചെയ്യുമ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു റൂളുണ്ട്, അതനുസരിച്ച് ശരിക്കും പെർഫെക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് ആ മനുഷ്യൻ അതൊക്കെ ചെയ്തിട്ട് അവസാനം എല്ലാം റെഡിയായി, ഇനി അച്ഛൻ വന്നൊന്ന് ഓണാക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഒരു സെക്കൻഡ് എനിക്ക് അടുപ്പിന് വേണ്ടി, പിന്നെ അന്നോട്ട് ഇന്ന് വരെ അടുക്കള സംബന്ധമായ കാര്യത്തിൽ എനിക്ക് ഒരു സെക്കൻഡ് എനിക്ക് അത് ആവശ്യമുണ്ട് ഇത് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കാനവിടെ വന്നിട്ടില്ല.
നമ്മൾ ചിന്തിക്കുന്ന മുമ്പ് ദൈവം തന്നെ ചിന്തിച്ച് ഇവിടെ സ്റ്റീം ആവശ്യമാണ്, ഇവിടെ ടൈൽസ് ആവശ്യമാണ്, ഇവിടെ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് നമുക്ക് റൂളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അതൊക്കെ ദൈവത്തിനറിയാം. അതനുസരിച്ച് എല്ലാം കറക്റ്റ് ടെമ്പറേച്ചറിൽ വേവിക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ എല്ലാം ദൈവം കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യാം. ഞാൻ അന്വേഷിക്കാനോ ചിന്തിക്കാനോ ഒരു സെക്കൻഡ് എനിക്ക് അതിനുവേണ്ടി കളയേണ്ടി വന്നിട്ടില്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുപ്പ് സംബന്ധമായ കാര്യത്തിൽ ഞാനിപ്പോൾ ഒന്നാമനാണ്. കാരണം എന്താ? ആ കാര്യത്തിൽ വചനം അനുസരിച്ചു, ആ കാര്യത്തിൽ ദൈവം എന്നെ ഒന്നാമനാക്കി മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവം ക്ഷണിക്കുമ്പോൾ നമ്മളെ നരകിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, നമ്മുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാകാൻ വേണ്ടി ദൈവം വിളിക്കുന്നതാണ്. ഓരോ വചനം അനുസരിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ ഈ വചനം അനുസരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എടുത്തു കളയാൻ വേണ്ടി അല്ല, നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ ദുഃഖപൂർണ്ണമാക്കാൻ വേണ്ടി അല്ല വചനം അനുസരിക്കണമെന്ന് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്. ദൈവവചനം അനുസരിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്നെ എൻ്റെ ദേശത്ത് ഒന്നാമനാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ സ്കൂളിൽ എന്നെ ഒന്നാമനാക്കി മാറ്റാൻ, എൻ്റെ ആ ദേശത്ത് എന്നെ ഒന്നാമനാക്കി മാറ്റാൻ, എൻ്റെ ഓഫീസിൽ എന്നെ ഒന്നാമനാക്കി മാറ്റാൻ, എൻ്റെ കരിയറിൽ എന്നെ ഒന്നാമനാക്കി, എൻ്റെ ദൈവം എന്നെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നോ അവിടെ എന്നെ ഒന്നാമനാക്കി മാറ്റാൻ എൻ്റെ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് നീ തലകുത്തി മറിഞ്ഞ് വർക്ക് ചെയ്യുവൻ എന്നുള്ളതല്ല, നീ എപ്പോഴും രാപകലില്ലാതെ ചിന്തിച്ചുകൊണ്ട് ടെൻഷൻ പിടിച്ചിരിക്കുവൻ എന്നുള്ളതല്ല. നീ ടെൻഷനും പിടിക്കണ്ട, നീ തലകുത്തി മറിയോ ചെയ്യണ്ട, നീ മര്യാദയ്ക്ക് ഒന്ന് നടന്നാൽ മതി. ദൈവവചനം അനുസരിക്കുക. നമുക്ക് വേണ്ടി നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ചിന്തിക്കും, നമ്മൾ എത്തുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി അവിടെ എത്തും, നമ്മൾ കാണുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കാണും, നമ്മൾ ആലോചിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ആലോചിക്കും. നമ്മുടെ ദൈവം നമുക്ക് മുമ്പേ നടക്കും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിയമാവർത്തനം 28:13 പറഞ്ഞിരിക്കുകയാണ്, നീ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഇപ്പോൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, നീ ദുർബലനായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, സാമ്പത്തികമായി പുറകോട്ട് പോയൊരവസ്ഥയിലായിരിക്കാം. ആ അവസ്ഥ മാറി നീ മുന്നോട്ട് വന്ന് നിൻ്റെ കുടുംബാംഗങ്ങൾ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാവരെയേക്കാൾ ടോപ്പാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ പ്രദേശം കണ്ണൂരോ കാസർഗോഡോ ആകട്ടെ, ആ പ്രദേശത്ത്, ആ ജില്ലയിൽ തന്നെ നീ ഏറ്റവും ടോപ്പാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ പഠനത്തിൽ നീ മുന്നോട്ട് വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം ഒരു കാര്യം ദൈവവചനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്, അത് അക്ഷരം പ്രതി അങ്ങോട്ട് വിശ്വസിക്കണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുലിഖിതം അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം പറയണത്, നീ സാമർത്ഥ്യം കാണിക്കുവിൻ, നീ വിരുത് കാണിക്കുവിൻ, നീ കൗശലം കാണിക്കുവിൻ, നീ തട്ടിപ്പ് കാണിക്കുവിൻ, കുരുട്ടുബുദ്ധി കാണിക്കുവിൻ, ചാണക്യതന്ത്രം എടുക്കുവിൻ, അല്ലേ? ഒന്നുമല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നീ സൂക്ഷ്മമായി ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. നമ്മുടെ സ്ഥിതി എന്താ? അധോഗതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അധോഗതി. അപ്പൻ്റെ കാലത്ത് ഓട്ടുവരയായിരുന്നു, മകൻ്റെ കാലത്ത് ചെറ്റപ്പരയായി, അധോഗതി. അപ്പൻ്റെ കാലത്ത് സൈക്കിളായിരുന്നു, മകൻ്റെ കാലത്ത് മോട്ടോർ സൈക്കിളായി. എന്തായി? അഭിവൃദ്ധി. കർത്താവ് വിശുദ്ധ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാകാത്ത ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ സൂക്ഷ്മമായി വചനം പാലിക്കണം. യോദ്ധാം അത് മനസ്സിലാക്കി. യോദ്ധാം എന്ത് ചെയ്തു? കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച്, കർത്താവിൻ്റെ ഇഷ്ടം വചനത്തിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ ജീവിതത്തെ ചിട്ടപ്പെടുത്തി. അതുകൊണ്ട് അവൻ പ്രബലനായി ടോപ്പായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട്
ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുമ്പോൾ വെറുതെ ദൈവവചനം കേട്ട് പോകരുത്. ദൈവവചനത്തിന് എതിരായ എന്തെങ്കിലും പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവവചന ലംഘനങ്ങൾ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും ചാലുകളുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരക്കൂട് ചെന്ന് അച്ഛനോട് പറയണം, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഇന്ന സ്വഭാവമുണ്ട്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ പല ബന്ധങ്ങളും ശരിയല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പല ചിന്തകളും ശരിയല്ല, എൻ്റെ മനസ്സിൻ്റെ പല ദുരാസക്തികളും ശരിയല്ല, എനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വമനസ അനുതാപപൂർവം അത് കുമ്പസാരക്കൂട്ടി പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അത് കർത്താവ് കഴുകിക്കളഞ്ഞ് നിൻ്റെ ജീവിതം ഒന്ന് പുത്തനായി തുടങ്ങാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കും. എന്തെങ്കിലും കുറവുകളുണ്ട്, തകർച്ചകളൊന്നും വിചാരിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ വിഷമിച്ചിരിക്കാൻ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുമില്ല. നമ്മുടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിൻ്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. നിൻ്റെ പാപമുണ്ടോ നീ എന്നോട് പറ, നിനക്ക് ദുഃഖമുണ്ടോ നിൻ്റെ ഭാരം നീ എന്നെ ഏൽപ്പിക്കുക, നിൻ്റെ ഉത്കണ്ഠകളെല്ലാം നീ എന്നെ ഏൽപ്പിക്കുക, നിൻ്റെ ജീവിത ഭാരങ്ങളെല്ലാം നീ എന്നെ ഏൽപ്പിക്കുക, നിൻ്റെ പാപ സ്വഭാവം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയുക. അതാണ് 55-ാം സങ്കീർത്തനത്തിൽ 22-ാമത് തിരുലിഖിതം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിൻ്റെ ഭാരം നീ എന്നെ ഏൽപ്പിക്കുക, ഞാനത് താങ്ങിക്കൊള്ളാം. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഒരു നിർദ്ദേശം നമുക്ക് തരികയാണ്. ഇത് നമ്മൾ അക്ഷരം പ്രതി വിശ്വസിക്കണം. എന്നിട്ട് കുമ്പസാരക്കൂടിലേക്ക് ചെല്ലണം. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയണതിനേക്കാൾ ഒരുപാട് മെച്ചമുണ്ട് വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ച് കർത്താവുമായി ബന്ധത്തിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ നമ്മുടെ ഭാരം ഏൽപ്പിക്കാനുള്ളൊരു കൂദാശയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താങ്ങി മടുത്ത് ഒരുപാട് തരത്തിലുള്ള ജീവിത ഭാരങ്ങളുണ്ട്, പ്രത്യേകിച്ച് പാപത്തിൻ്റെ ഭാരം. അതെല്ലാം കുമ്പസാരക്കൂടിലേക്ക് ചെന്ന് പറയണം, എൻ്റെ അച്ഛാ ചുമന്ന് മടുത്ത് ഇതൊക്കെയാണ് എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് ദുർമോഹങ്ങൾ, ദുരാസക്തികൾ, ജീവിതത്തിൻ്റെ തകർച്ച, ബന്ധങ്ങളുടെ തകർച്ച, സ്വഭാവത്തിൻ്റെ തകർച്ച, എല്ലാ ദുർനടപ്പുകളെയും കുറിച്ച് അങ്ങോട്ട് തുറന്ന് പറയണം. ഈ തണ്ണിമത്തൻ മുറിച്ചിങ്ങനെ കാണിച്ച എന്ന മാതിരി നമ്മുടെ ഹൃദയത്തെ നെടുകെ അങ്ങോട്ട് മുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി എൻ്റെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലെ സർവ്വ കാര്യങ്ങളും കുമ്പസാരക്കൂട്ടിൽ അങ്ങോട്ട് പറഞ്ഞ് വെളിപ്പെടുത്തി അങ്ങോട്ട് ഏറ്റു പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പുത്തനായി തുടങ്ങാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.